പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകാരം നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഈ ദൈവവചന പഠന കൂട്ടായ്മയായിട്ട് കടന്നു വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 7-ാം അധ്യായത്തിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ, ആ മുഖവര പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുന്നത് എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു. 3 കാര്യങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയും ന്യായപ്രമാണത്തിൻ്റെ പരിമിതി. ഈ 3 കാര്യങ്ങളാണ് 7-ാം അധ്യായത്തിൽ നാം ചിന്തിക്കേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നമ്മളോട് അറിയിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ശക്തി, ദ അതോറിറ്റി ഓഫ് ദ ലോ. അത് ഞാൻ ആ വാക്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞ്, അതിൻ്റെ വാക്യവിഭജനം കൂടെ പറഞ്ഞ്, അത് 25 വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ദ അതോറിറ്റി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നത്. 7-ാം അധ്യായം 1 മുതൽ 6 വരെ. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് മിനിസ്ട്രി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ എന്തെന്ന് അപ്പോസ്തലൻ വിവരിച്ചിരിക്കുന്നത് 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില്ല. തുടർന്ന് കാണുന്ന 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ പരിമിതി എന്തെന്നുള്ള ഇന്നെബിലിറ്റി ഓഫ് ദ ലോ. ഹല്ലേലൂയ. ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ശക്തി, ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷ, ന്യായപ്രമാണത്തിൻ്റെ പരിമിതി പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നത്, ആ അധ്യായം അവസാനിപ്പിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലിൻ്റെ ഒരു നിലവിളിയോടുകൂടിയാണ്. 24-ാം വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന ഒരു കരച്ചിലോട് കൂടിയ അപ്പോസ്തലൻ ആ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മളെന്താ വായിച്ചത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ എന്തിൽ നിന്ന് വിടുവിക്കും എന്നാ പറഞ്ഞത്? ശരീരത്തിൽ നിന്ന് വിടുവിക്കും. ആരെന്നെ വിടുവിക്കും? ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിക്കും എന്നല്ല, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ന്യായപ്രമാണം അല്ല പ്രശ്നം. പ്രശ്നം എവിടെയാ? നമുക്കാ പ്രശ്നം, നമ്മുടെ ശരീരത്തിനാ പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നം അപ്പോൾ ന്യായപ്രമാണത്തിനല്ല, എനിക്കാണ് പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന്, ഈ വീണുപോയ ഈ ജഡ ശരീരത്തിൽ നിന്ന്, ജഡ സ്വഭാവത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഈ ഒരു കരച്ചിലോടുകൂടിയ അപ്പോസ്തലൻ ഈ 7-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഭാഗത്തുനിന്ന് ചിന്തിക്കാം. അതോറിറ്റി ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം ആ ഭാഗം. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ
ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിൻ്റെ ഫലം കായ്ക്കത്തവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നാം നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുക കൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. പല പ്രാവശ്യം ഈ ഭാഗത്ത് ന്യായപ്രമാണം, മരണം എന്നുള്ള വാക്കുകൾ പല പ്രാവശ്യം ആവർത്തിച്ചു വരുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ശക്തി എന്നൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പല പ്രാവശ്യം ആവർത്തിച്ചു വരുന്നത് കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയിൽ നമ്മൾ ഈ 7-ാം അധ്യായത്തിൻ്റെ മുഖവുരയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ന്യായപ്രമാണം അത് നമ്മെ ദയയില്ലാത്തവരും സ്നേഹമില്ലാത്തവരും ആക്കും. അത് നമുക്ക് രക്ഷയ്ക്ക് കാരണമാകില്ല എന്നൊക്കെ ആ സമയത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ബ്രദറെ, ഈ ന്യായപ്രമാണം നല്ലതല്ലേ? എന്താ, ന്യായപ്രമാണം മോശമായതാണോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നുവെങ്കിൽ, ഞാൻ അതിൻ്റെ 24-ാം വാക്യം വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞിരുന്നു. പ്രശ്നം ന്യായപ്രമാണത്തിനല്ല, പ്രശ്നം നമുക്കാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് ഈ വീണുപോയ ശരീരത്തിൽ വസിക്കുന്ന നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്കത് ജീവന് കാരണമായി തീരാത്തത്. ഹല്ലേലൂയ. നമ്മളതിനെക്കുറിച്ചാണ് അല്പം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്നെ എത്ര ശ്രേഷ്ഠമായതാണ് എന്നുള്ള കാര്യം ആ ഭാഗത്ത് തന്നെ വിവരിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നോക്കിയാൽ, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം. 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, അങ്ങനെ മോശമായിട്ടോ അല്ലെങ്കിൽ ചീത്തയാണെന്ന് കരുതരുത്. ഇത് വിശുദ്ധനായ ദൈവം നമുക്ക് തന്ന വിശുദ്ധമായ പ്രമാണമാണ്. ന്യായപ്രമാണം വിശുദ്ധം. ധാരാ തന്നത്? വിശുദ്ധനായ പരിശുദ്ധനായ ദൈവം നമുക്ക് തന്നതാ. ഹല്ലേലൂയ. കൽപ്പന വിശുദ്ധവും ന്യായവും. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം ന്യായമുള്ളതാവുന്നത്? ഇത് നീതിമാനായ ദൈവം തന്നതാ. ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവം തന്ന ഈ വിശുദ്ധമായ ന്യായപ്രമാണം, നീതിയുള്ള ദൈവം തന്ന ന്യായമായ പ്രമാണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുക, വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുക, ഇത് വിശുദ്ധമാണ്, ഇത് ന്യായമുള്ളതാണ്, ഇത് ന്യായമാണ്, ഇത് നല്ലതാ. നല്ലവനായ ദൈവം തന്ന പ്രമാണമാ, നല്ലതാ. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല, അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായപ്രമാണം ആത്മീകമെന്നറിയുന്നില്ലയോ? ഇത് വിശുദ്ധവും ന്യായവും നല്ലതും മാത്രമല്ല, ആത്മീകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായപ്രമാണം ആത്മീകം. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട. ഹല്ലേലൂയ. There is no problem with the law, the problem is with us. ഹല്ലേലൂയ. ഇന്നത്തെ ഈ 1 മുതൽ 6 വരെയുള്ള ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അല്പം തിയറി ക്ലാസ് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. There is no problem with the law, but the problem is with us. പക്ഷേ ഒരു വ്യക്തി ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ.
അതാണ് അപ്പസ്തോലൻ പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ അധികാരം. ഹല്ലേലൂയ. 6-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നോക്കിയാൽ, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ നിങ്ങൾ അധീനർ. പണ്ട് അധീനരായിരുന്നത് ന്യായപ്രമാണത്തിന്, എന്നാൽ ഇപ്പോഴോ രക്ഷിക്കപ്പെട്ട ശേഷമോ നിങ്ങൾ ആ ന്യായപ്രമാണത്തിനല്ല, ഇപ്പോൾ നിങ്ങൾ കൃപയ്ക്കാണ് അധീനർ. നമ്മൾ ന്യായപ്രമാണത്തിലായിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ കറണ്ട് കണ്ടീഷനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ കൃപയ്ക്കാണ് അധീനർ. ഹല്ലേലൂയ. നമ്മളൊരു ലോയുടെ കീഴിലായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ആ ലോയ്ക്ക് നമ്മുടെ മേൽ അധികാരമുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ ഖത്തറിലായിരിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവിംഗ് സീറ്റ് റോഡിൻ്റെ വലതുവശത്തൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഖത്തറിൻ്റെ ലോ എങ്ങനെയാണ്? പക്ഷെ നമ്മുടെ നാട്ടിൽ ചെന്നാൽ നമ്മൾ ഈ ലോയ്ക്ക് അധീനരല്ല. നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ ലോ എങ്ങനെയാണ്? നമ്മൾ റോഡിൻ്റെ ഇടതുവശത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ദേശത്തായിരിക്കുന്നിടത്തോളം കാലം ഈ ദേശത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ്. അതാണ് ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഒരു അധികാരമുണ്ട്. ഈ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി കൃപയ്ക്ക് കീഴിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് രക്ഷയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. ശരിക്കും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ അധികാരം ന്യായപ്രമാണത്തിനാണ്. ഹല്ലേലൂയ. ഈ അധികാരമുള്ളിടത്തോളം കാലം ഈ ന്യായപ്രമാണത്തിന് നമ്മുടെ താണുപോയ ശരീരം കൊണ്ട് പൂർത്തീകരിച്ച് അതിനെ ഫുൾഫിൽ ചെയ്ത് ജീവനിലേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് നാം മരണത്തിന് അധീനരായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ന്യായപ്രമാണം നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുചെന്ന് തീർക്കുന്നു. നമ്മൾ ആ ഭാഗം പഠിക്കാൻ പോവാ ഇപ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം മനസ്സിലാകാനായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു ചെറിയ ഉദാഹരണം കാണിച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. എങ്ങനെയാ ഇതിൻ്റെ അധികാരം, എങ്ങനെയാ നമ്മൾ ഈ അധികാരത്തിൽ നിന്ന് പുറത്തു വരുന്നതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അത് മനസ്സിലാകാൻ ഒരല്പം ബുദ്ധി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഫിലോസഫിയും തിയോളജിയും കൂടെ ബ്ലെൻഡായിട്ട് പറഞ്ഞിരിക്കുക. ഫിലോസഫി ഒരു തത്വവുമുണ്ട്, തിയോളജിയുമുണ്ട്, ദൈവശാസ്ത്രവുമുണ്ട്. അത് രണ്ടുകൂടെ ബ്ലെൻഡ്. അതുകൊണ്ട് അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടോ ആയതുകൊണ്ടായിരിക്കാം അപ്പോസ്തലൻ ഇതൊരു എക്സാമ്പിളിലൂടെ പറയുന്നത്. എന്താണ് ആ എക്സാമ്പിൾ? ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം നിങ്ങളിത് കേട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഈ ഭാഗം വായിക്കുമ്പോൾ കൃത്യമായിട്ട് അതെന്താ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാവും. ഇവിടെ ഒരു മാരീഡ് കപ്പിൾസിനെ കുറിച്ച് പറയുക. വിവാഹിതരായ കല്യാണം കഴിച്ച ഒരു ഭർത്താവും ഭാര്യയും. മാരീഡ് ആയിട്ടുള്ള ഒരു ഭർത്താവും ഭാര്യയും ഭർത്തൃ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? എപ്പോൾ വരെയാ? കല്യാണം കഴിച്ചവരാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ. ഇന്നു മുതൽ മരണം വരെ, മരണം വേർപിരിക്കും വരെ ഈ പ്രമാണത്തിൻ്റെ ഭർത്തൃ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ രണ്ടുപേരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൺടിൽ അവർ ഡെത്ത്, നമ്മുടെ മരണം വരെ ഈ പ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് അല്ലേ? ആ മാരേജിനൊരു ലോ ഉണ്ട്, ഒരു കവനൻ്റ് ഉണ്ട്. ആ കവനൻ്റിന് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് വരെ ആ കവനൻറ്റിൻ്റെ കീഴില്ല. ബിക്കോസ് വി ആർ മാരീഡ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വിദ്യാലയത്തിലോ ഒരു കോളേജിലോ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ നമ്മളവിടെ അഡ്മിഷൻ എടുത്ത് അതിൻ്റെ പ്രൊസീജിയർ കഴിയുമ്പോഴേ നമുക്ക് അവരുടെ ആ വിദ്യാലയത്തിൻ്റെ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ ഹാൻഡ് ബുക്കോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നതേ ഇന്ന് മുതൽ നിങ്ങളിതിന്
കീഴെയാണ്, ഇതിൻ്റെ കീഴെയാണ്. ഹല്ലേലൂയ. നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ സന്തോഷം കൊണ്ടായിരിക്കാം ഇപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേന് പിള്ളേരെല്ലാം ഭയങ്കര അടിച്ചു പൊളിച്ച് എല്ലാം തകർത്തൊക്കെ പോകുന്നത്. നമ്മൾ കാരണം അതിന് പുറത്തോട്ട് പോവുക, ഇനി ആ അധികാരത്തിന് എൻ്റെ മേൽ. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് പിന്നെ ഒരു PG കോഴ്സ് പഠിക്കാൻ അവിടെ ചെന്നാൽ, ആ സെയിം കോളേജിൽ ചെന്നാൽ വീണ്ടും നമ്മൾ ആ അധികാരത്തിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. പ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ ലോയുടെ അധികാരം, ആ ലോയ്ക്ക് നമ്മളെ വിധേയപ്പെടുത്തുന്നിടത്തോളം കാലമേ ഉണ്ടാവും. ഹല്ലേലൂയ. അതിന് പുറത്തു വന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ മേൽ അധികാരമില്ല. ഇവിടെ ഭർതൃന്യായ പ്രമാണം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മാരേജാണ്. ഈ ഭാഗം നമ്മളുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ, ഇവിടെ അപ്പസ്തോലൻ പറയുന്നത് ഒരു ഭർത്താവും ഭാര്യയും. നിങ്ങളൊന്ന് അല്പം ശ്രദ്ധയോടെ ഇരിക്കണേ. ഇവിടെ ആരാണ് ഭർത്താവ്? ആരാണ് ഭർത്താവ്? ഭർത്താവ് ന്യായപ്രമാണം. ആരാണ് ഭാര്യ? ഭർത്താവ് ന്യായപ്രമാണം, ഭാര്യ ഞാൻ, അല്ലെങ്കിൽ ഒരു വിശ്വാസി. ഹല്ലേലൂയ. ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ച് പറയുന്നു. ആരാണ് ഭർത്താവ്? ഭർത്താവ് ന്യായപ്രമാണം, ഭാര്യ ഒരു വിശ്വാസി. വിശ്വാസിയായ ഞാൻ എൻ്റെ ജനനം കൊണ്ട് ഞാൻ ആരെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്തെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചതല്ല, ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ജനിച്ചത്. എൻ്റെ ജന്മം കൊണ്ട് തന്നെ ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. ഇനി ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിൻ്റെ അധികാരത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകണമെങ്കിൽ ഇതിലാരെങ്കിലും ഒരാൾ മരിക്കണം. അതാണ് നിയമം. ആരെങ്കിലും ഒരാൾ മരിക്കണം. അങ്ങനെ 7-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ, എന്നൊരു ഉദാഹരണം പറയുവാണ്. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ, ന്യായപ്രമാണം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഭർതൃന്യായപ്രമാണം, ഭർതൃന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്നൊഴിവായി. ബ്രദറെ, ഇവിടെ ഭർത്താവ് മരിച്ചെന്നാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അല്ലേ? ഞാൻ ഭർത്താവ് ആരാന്നാ പറഞ്ഞത്? ന്യായപ്രമാണം. ഭാര്യ ഒരു വിശ്വാസി. ഇത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇത് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മതി, ഭർത്താവോ ഭാര്യയോ. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭർത്താവല്ല മരിക്കുന്നത്. ആരാ മരിക്കുന്നത്? ഭാര്യയെ മരിക്കുന്നത്. കാരണം ഭർത്താവിന് മരിക്കാൻ പറ്റത്തില്ലല്ലോ. ഭർത്താവ് എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഭർത്താവിന് മരണമില്ല. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഇനി മരിക്കാനായിട്ടൊരു ഓപ്ഷൻ ഉള്ളൂ. ഭർത്താവിന് മരണമില്ല, ഭർത്താവിന് മരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് മരിക്കാം. ആർക്ക് മരിക്കാം? ഭാര്യയ്ക്ക് മരിക്കാം, വിശ്വാസിക്ക് മരിക്കാം. ഹല്ലേലൂയ. കാരണം മരണം കൊണ്ടാണ് ഈ ടാസ്ക് മാസ്റ്ററെ പോലെ നിൽക്കുന്ന എന്നെ മരണത്തിലേക്ക്, കാരണം എനിക്ക് ചെയ്ത് അതിനെ പൂർത്തീകരിച്ച് ജീവനിലേക്ക് പ്രാപിക്കാൻ പറ്റാത്ത നിലയിൽ ടാസ്ക് മാസ്റ്ററായിട്ട് നിൽക്കുന്ന ഈ ന്യായപ്രമാണത്തെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ മരിച്ചേ പറ്റൂ. ഈ മരണത്തെക്കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ മരിച്ച് അവനൊരു പുതിയ സൃഷ്ടിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മരിച്ചു, പക്ഷെ അതിനേക്കാളും വളരെ തിങ്ക് ചെയ്യിപ്പിക്കും, നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം, ഞാൻ മരിച്ചപ്പോൾ ഞാൻ തന്നെയല്ല മരിച്ചത്. എൻ്റെ കൂടെ ഞാൻ ആരുടെ കൂടെയാണ് മരിച്ചത്? ഭാര്യയായ വിശ്വാസിയായ ഞാൻ മരിച്ചത്
നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ കൂടെയാണ് മരിച്ചത്. കർത്താവ് മരിച്ചു, ഞാനും മരിച്ചു. കർത്താവ് അടക്കപ്പെട്ടു, ഞാനും അടക്കപ്പെട്ടു. കർത്താവ് മരണത്തിൽ ജയിച്ചുയർത്തു, ഞാനും ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പഴയ ടാസ്ക് മാസ്റ്ററെ പോലെ എന്നെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇപ്പോൾ ഞാൻ കടന്നു വന്നിരിക്കുന്ന, എനിക്ക് ലഭിച്ചിരിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മരണം വേർപെടുത്തി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഈ ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ പുറത്തായി ഇല്ലേ? ഞാൻ പുറത്തായില്ലേ? ഹല്ലേലൂയ. ഞാൻ പുറത്തായെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യാം? വേറെ കല്യാണം കഴിക്കാം. ഞാൻ അങ്ങനെ വേറെ കല്യാണം ഒരാളെ കഴിച്ചു. അതാരാ? അതാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് നമ്മുടെ കർത്താവിന് നമ്മൾ വ്യത്യാസം എന്താണെന്നറിയോ എൻ്റെ പ്രിയരെ? ന്യായപ്രമാണം എന്നെ കൊല്ലുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. അതാ ഞാൻ ആ കർത്താവിനെ പിടിച്ചിരിക്കുന്നതിൻ്റെ, എനിക്ക് ആ കർത്താവിനോടുള്ള സ്നേഹം എന്താ, എനിക്ക് തിരിച്ച് അങ്ങോട്ട്, പഴയ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവൻ്റെ ആഗ്രഹം എന്നോടാണ്, ഞാൻ തിരിച്ചു ചെല്ലണമെന്നാണ്. പക്ഷേ ഞാൻ തിരിച്ചു ചെല്ലാത്തതിൻ്റെ കാരണം അവൻ എന്നെ കൊല്ലുമ്പോൾ, അവൻ കാരണമാണ് ഞാൻ മരിക്കേണ്ടി വന്നത്. അവൻ എന്നെ കൊല്ലുമ്പോൾ ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ഭർത്താവ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ മരിക്കേണ്ടിരുന്നിടത്ത് എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യില്ല? ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ഞാൻ അവനിനി അവൻ്റെ കീഴിലല്ല, അവന് ഞാനിനി അധികാരപ്പെടുത്തി കൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് മിസ്രയീമിനെ മരുഭൂമിയിലൂടെ നടത്തി ഒരു ചെങ്കടലിൻ്റെ അവസ്ഥയിലൂടെ കടത്തിവിട്ടത്. ഹല്ലേലൂയ, ചെങ്കടലിൻ്റെ അവസ്ഥയിലൂടെ കടത്തിവിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേട്ട ഒരു വചനത്തിൽ ആദിവാസി ഇങ്ങനെ പറയുക, ഫറവോൻ തൻ്റെ രഥവും തൻ്റെ കാലാൾപ്പടയും കുതിരപ്പടയും ആർത്തു ഉല്ലസിച്ചു വരുമ്പോൾ ദൂരെ നോക്കുമ്പോൾ ചെങ്കടലിൻ്റെ സൈഡിൽ പാളയം ഇറങ്ങിയിരിക്കുക. ആര്? ഇസ്രായേൽ ജനം. അപ്പോൾ ഫറവോൻ മനസ്സിൽ ചിന്തിച്ച് കാണും, ഇവരുടെ ദൈവം ഈസ് നോട്ട് എ ഗുഡ് ജനറൽ. He is not a good general. ആരെങ്കിലും ചെങ്കടലിൻ്റെ അടുക്കെ കൊണ്ടുവന്ന്, മുൻപോട്ട് പോകാൻ വഴിയില്ലാതിരിക്കുന്ന ചെങ്കടലിൻ്റെ അടുക്കെ കൊണ്ടുവന്ന് പാളയം ഇറങ്ങുമോ? ഇതായിരിക്കും ഫറവോൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഫറവോന് തെറ്റി. ഹല്ലേലൂയ. ഈ ജനറൽ ഉണ്ടല്ലോ, ഈ മരുഭൂമിയിൽ നമ്മുടെ യാത്രയിലായിരുന്നുവെങ്കിലും നമുക്ക് രാത്രിയിൽ മേഘസ്തംഭമായിട്ടും നമുക്ക് പകൽ അഗ്നിസ്തംഭമായിട്ടും, ഹല്ലേലൂയ, നമുക്ക് മാറായ മധുരമാക്കിയതും ചെങ്കടലിന്മേൽ വെള്ളം തന്നവനുമായ ഈ നേതാവുണ്ടല്ലോ, നമുക്ക് മുൻപേ നടന്ന നേതാവ്. ഈ നേതാവ് നമ്മുടെ മുൻപേയാണ് നടന്നത്. ഈ നേതാവിനെ കുറിച്ച് ഫറവോൻ വിചാരിച്ച് തെറ്റിപ്പോയി. അവനെ ഇതിനകത്ത് മുക്കണമായിരുന്നു. അവൻ മുങ്ങിയില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഇതിനകത്ത് മുക്കണം. ചില ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലോ എൻ്റെ പ്രിയരെ, ചില കഷ്ടപ്പാടുകളിലൂടെ നമുക്ക് മുൻപോട്ട് ഇനി ചെങ്കടൽ പോലെ നിൽക്കുക. പക്ഷേ ദൈവത്തിൻ്റെ പുറകെ നിൽക്കുന്ന ഫറവോന് തോന്നും, ഹീ ഈസ് നോട്ട് എ ഗുഡ് ഗാഡ്. ഇവരുടെ ദൈവം ഒരു ശക്തിയുള്ളവനാണ്, ഇവൻ്റെ ദൈവത്തിന് മുൻപോട്ട് കണ്ട് ചെയ്യാൻ അറിയാവുന്ന ദൈവമല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഫറവോന് തെറ്റി. His plan is to drown Pharaoh in the Hallelujah, Red Sea. Hallelujah. ചെങ്കടലിൽ അവനെ മുക്കാനായിട്ടാ പ്ലാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് ദൈവത്തിന് വളരെ ശ്രേഷ്ഠമായ പദ്ധതികളുണ്ട് എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. ചില അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളെ കടത്തിവിടുന്നത് ആ പദ്ധതിയൊക്കെ പൂർത്തീകരിക്കാനായിട്ടാണ്.
നമ്മൾ അല്പം പേഷ്യൻ്റോടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്, നമ്മളെ ഇത്രത്തോളം, നമ്മൾ ആദ്യം പാടിയിൽ നമ്മൾ ഇത്രത്തോളം ആഴമായി സ്നേഹിച്ചത് നമ്മളെ തകർത്ത് കളയാനായിട്ടൊന്നും അല്ല. അങ്ങനെ ഒരു ടാസ്ക് മാസ്റ്റർ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മരിക്കേണ്ടിയിരുന്നിടത്ത് മരിച്ച ഒരു ഭർത്താവാണ് എനിക്ക്. ഇനി ഞാൻ അവനെ വിട്ട് എങ്ങനെ പോകും? അവനെ വിട്ട് ഞാൻ എങ്ങനെ പുറകോട്ട് പോകും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനെ. ഇത് ഞാൻ എൻ്റെ ചിന്തയിൽ കുക്ക് ചെയ്തുകൊണ്ട് വന്നതൊന്നുമല്ല. നിങ്ങൾ ആ 7-ാം അധ്യായം, ഹല്ലേലൂയ, 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്, 4-ന്റെ അവസാനം വായിച്ചാൽ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി മറ്റൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഇത് ഭാര്യ മരിച്ചു അല്ലെങ്കിൽ വിശ്വാസി മരിച്ചു എന്ന് പറയുന്നത് ഞാൻ പറയുന്നൊരു തിയറിയല്ല. നിങ്ങൾ ന്യായപ്രമാണ സംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. അക്ഷരത്തിൻ്റെ വഴക്കത്തിലല്ല, ആത്മാവിൻ്റെ ഇപ്പോഴോ നമ്മെ പിടിച്ചിടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിച്ച് ബന്ധിച്ച് നമ്മളെ പിടിച്ചടക്കി വെച്ചിരുന്ന ഈ പഴയ ഭർത്താവായ ന്യായപ്രമാണം സംബന്ധിച്ച് എൻ്റെ പ്രിയരെ നാം മരിച്ചിരിക്കുക. ഇനി അവൻ എൻ്റെ മേലെ അധികാരമില്ല. പണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചാലും അധികാരം അവൻ്റെ മേലാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ കൃപയ്ക്ക് അധികാരപ്പെട്ടിരിക്കുന്നു, കൃപയ്ക്ക് അധീനരായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവ് മരിച്ചില്ല, പക്ഷേ ഞാൻ മരിച്ചു. ശരിക്കും ഞാൻ മരിച്ചോ? ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടം പഴയതിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ, നമ്മുടെ ഇഷ്ടം എനിക്ക് വേണ്ടി കാൽവരിയിൽ തകർന്ന എൻ്റെ പുതിയ ഭർത്താവായ എൻ്റെ കർത്താവിനോട് ചേരാനാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്തിനോടാ? അങ്ങനെയെങ്കിൽ ഞാൻ ശരിക്കും മരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിനുളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തോടെ നമ്മുടെ അവയവത്തെ വ്യാപരിച്ചിരുന്നു. ഹല്ലേലൂയ. പണ്ട് ഞാൻ ജഡത്തിലായിരുന്നു, ഇപ്പം എന്തിലാ? ആത്മാവിലാ. ഹല്ലേലൂയ. Now we are in spirit. ഹല്ലേലൂയ. പണ്ട് എന്നിൽ വാണിരുന്നത് പാപ സ്വഭാവമായിരുന്നു. ഹല്ലേലൂയ. അതിനെ മാറ്റി ദൈവം വേറൊരു റിസോഴ്സ് പേഴ്സണെ എൻ്റെ അകത്തു കൊണ്ട് വെച്ചു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതിനെയാ ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്, ഞാനിപ്പോൾ ആത്മാവിലാ. ഞാൻ നടക്കുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ എൻ്റെ പരിശുദ്ധാത്മാവിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, മറന്നു പോകരുതേ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു കേട്ടോ. കർത്താവ് വരും. അവൻ മധ്യാകാശത്തിൽ തൻ്റെ സഭയെ, തൻ്റെ മക്കളെ ചേർക്കാൻ വരുമ്പോൾ, ഹല്ലേലൂയ, ആർക്കു വേണ്ടിയും, ഭർത്താവിന് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ അപ്പന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ചാർച്ചക്കാർക്ക് ആർക്കു വേണ്ടിയും ഈ ഭർത്താവിനെ വിട്ട് കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നേക്കാൾ അധികമായി വേറെ എന്തിനെ സ്നേഹിച്ചാലും നിങ്ങൾ എനിക്ക് എൻ്റെ രാജ്യത്തിൽ കൊള്ളാവുന്നവരല്ല. അതെല്ലാം സെക്കൻഡറി ആട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കവിത ഞാൻ ഓർക്കുവായിരുന്നു, കൂടിയല്ല മരിക്കുന്നതും കൂടിയല്ല ജനിക്കുന്നതും. അതുകൊണ്ട് നാം തന്നെ ആയിരിക്കും എൻ്റെ പ്രിയരെ. അതുകൊണ്ട് ഒന്നിനു വേണ്ടിയും നമ്മൾ ഈ മാണിക്യത്തെ നമ്മൾ വിട്ടുകളയരുത്. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, നാം ന്യായപ്രമാണത്തിൽ നിന്ന് പുറത്തായെന്ന്, ഇനി അതിൻ്റെ മേൽ നമ്മുടെ മേൽ അധികാരം ഇല്ലയെന്ന്, ക്രിസ്തുയേശുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന്. ഞാൻ ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുവാ ന്യായപ്രമാണം എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ന്യായപ്രമാണം ദൈവത്തിൻ്റെ, പരിശുദ്ധനായ ദൈവം മനുഷ്യനെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തേജസ്സോടെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവനായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ
ഈ ദൈവത്തിൻ്റെ തേജമയനായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാപിയായ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവൻ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ഏകദേശം 600-600-600-600-ലധികം പ്രമാണങ്ങൾ ദൈവം എഴുതി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ഒരു യഹൂദന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. യഹൂദനല്ലാതിരിക്കുന്ന നമുക്കും ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ, വിശുദ്ധിയോടെ കടന്നു ചെല്ലണമെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ പ്രിയരെ, നമ്മുടെ ശക്തിയിലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാലോ ഒന്നും സാധ്യമല്ല. ഈ പ്രമാണങ്ങൾക്കൊന്നും നമ്മളെ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കത്തില്ല. അത് മനസ്സിലാക്കിയ നാം പറയുക, ഞാൻ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു, ഞാൻ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് ഈ ലോകത്തോടും വിളിച്ചു പറഞ്ഞു, ആകാശമണ്ഡലങ്ങളോടും ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ സ്നാനത്തിലൂടെ ഞാനത് പ്രൊക്ലെയിം ചെയ്തു. ഐ ബിലോങ് നോ മോർ ടു ദ ലോർഡ്, നോ മോർ ടു ദ വേൾഡ്, ബട്ട് ഐ ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഐ ബിലോങ് ടു ഗ്രേസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിന് മരിച്ച് ഞാൻ കൃപയ്ക്ക് കീഴിലായി, ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഞാൻ പുറത്തായല്ലോ ബ്രദറെ, അപ്പം ഇനി പ്രമാണമൊന്നും ഇല്ലേ, ഞാൻ ഫ്രീ ആയോ? അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കോളനിയൊക്കെ വിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവർ തിരിച്ചു പോയപ്പോൾ ഉടനെ പിന്നെ ഇന്ത്യക്കാരെല്ലാം ഫ്രീ ആയി തോന്നിയതുപോലെയാണോ? അങ്ങനെയല്ല. അവർ പോയപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിയമം വന്നു, നാം അതിൻ്റെ കീഴിലായി. നമ്മൾ കർത്താവിലായി കഴിഞ്ഞപ്പോൾ ഒരു കർത്തൃന്യായ പ്രമാണമുണ്ടായി. അല്ലെ, നമ്മൾ കൃപയുടെ കീഴിലായി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ആ ഒരു പ്രമാണത്തിൻ്റെ കീഴിലേക്ക് വന്നു. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, പ്രിൻസിപ്പിൾസ്. മറ്റത് പുറത്തു നിന്ന് എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യുകയായിരുന്നു പ്രമാണം. ഇപ്പോൾ ഈ പ്രമാണം എൻ്റെ അകത്താ, എൻ്റെ ഉള്ളിലാ. അതാ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ അകത്താ. എനിക്കറിയാം എനിക്ക് നന്മയ്ക്കായിട്ടുള്ളതല്ല എന്ന്, ഇതെനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളതല്ല എന്ന്, ഇതെൻ്റെ ഭർത്താവാകുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുള്ളത് അല്ല എന്ന്, ഇതെനിക്ക് യോജിച്ചതല്ല എന്നുള്ളത് എനിക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു വെളിപ്പാടുണ്ട്. അതിലാണ് ഞാൻ ജീവിക്കുന്നത്, ഒരു നിയമമുള്ളത് കൊണ്ടല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു, നമ്മൾ ചെറുപ്പത്തിലൊക്കെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഹല്ലേലൂയ നിയമമുള്ളത് കൊണ്ടാണ് നമ്മൾ. പക്ഷെ ഇപ്പം ഇതെൻ്റെ ജീവന് ആപത്താണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനിങ്ങനെ ജീവിക്കുന്നത് ഇതെൻ്റെ ജീവൻ ആപത്താണ്, അല്ല ഞാൻ നിത്യമരണത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പോൾ അല്ലെങ്കിൽ നിത്യമരണത്തിലേക്ക് പോകും. ഈ കർത്തൃന്യായ പ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്തറിയോ? ഈ മോശയിക ന്യായപ്രമാണം, ദൈവം കൊടുത്ത മോശയിക ന്യായപ്രമാണം ഞാൻ നേരത്തെ ഒരു ടാസ്ക് മാസ്റ്ററെ പോലെയാണ്. ഇപ്പം ഞാൻ ലിനു ബ്രദറിനെ ഒന്ന് വിളിക്കാമെന്ന് വെച്ചാൽ നമ്പരെല്ലാം കറക്കി 7 നമ്പർ കറക്റ്റായിട്ട് ഞാൻ ഞെക്കി, 8ാമത്തെ നമ്പർ തെറ്റിപ്പോയി. എനിക്ക് ലിനു ബ്രദറുമായിട്ട് കണക്ഷൻ കിട്ടിയില്ല. എന്നാലും ഞാൻ ഒരു നമ്പരല്ലേ തെറ്റിച്ചുള്ളൂ എന്ന് ഒറിയിടോടോ അല്ലെങ്കിൽ വോഡഫോണിനോട് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഒന്നി തെറ്റിയാ എല്ലാം തെറ്റി. ഇതാ ആ ന്യായപ്രമാണത്തിൻ്റെ പ്രശ്നം. ഞാൻ 99 ചെയ്തല്ലോ, ഒരെണ്ണം തെറ്റിപ്പോയി. ഒന്നി തെറ്റിയാ എല്ലാം തെറ്റി. അല്ലേ, അതേ പറഞ്ഞ ടാസ്ക് കർക്കശക്കാരനാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അതാണ് അവൻ്റെ ലോ, അതാണ് അതിൻ്റെ ലോ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഭർത്താവാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, അവൻ മഹാദയാലു ആട്ടോ.
കനിവുള്ളവനാ, കൃപ നിറഞ്ഞവനാ, സ്നേഹം തന്നവനാ. ഹല്ലേലൂയ. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭാര്യയാകുന്ന, വിശ്വാസിയാകുന്ന ഈ ഏഴകളായ എളിയവനായ അടിയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ എനിക്ക് പകരം മരിച്ചവനാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ, അതല്ലേ പറഞ്ഞ, കാൽവരി ക്രൂശോളം തൻ്റെ സ്നേഹത്തെ എന്നോട് കാണിച്ചു തന്നവനാ. ഹല്ലേലൂയ. മറ്റത് എന്നെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ എനിക്ക് പകരം കർത്താവ് ചെയ്യുക. ഈ ഭർത്താവിൻ്റെ ഡിഫറൻസ് അതാ പ്രിയരെ. അതുകൊണ്ടാണ് ഞാൻ വിട്ടു പോകാത്തത്. അവൻ എന്നെ, പഴയ ആൾ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവൻ വിളിച്ചോണ്ടിരിക്കുക വാ വാ. പക്ഷേ ഞാൻ രണ്ടും കൂടെ, അതാ പറയുന്നത് അപ്പോസ്തലൻ പറയുന്നത്, രണ്ടും കൂടെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഹല്ലേലൂയ. പഴയ പുതിയ ഭർത്താവും തമ്മിൽ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. എന്നെ വീഴുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ഭർത്താവ് എന്നെ കൈപിടിച്ച് ഉയർത്തും. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങളെ കഴുകിക്കളയും. ഹല്ലേലൂയ. അവൻ്റെ കാൽവരിയിൽ ചിന്തപ്പെട്ട രക്തം ഇന്നും ഹല്ലേലൂയ കഴുകാൻ ശക്തമായിട്ടിരിക്കുക. എന്നെ പിടിച്ചു നിർത്തും. ഹല്ലേലൂയ. എൻ്റെ അങ്ങനെ കർത്താവ് പറയുന്നത്, എന്നോട് ചേർന്ന് എൻ്റെ മുഖം ഏൽക്കുവിൻ. എൻ്റെ മുഖം മൃദുവും ലഘുവുമാ. കാരണം മറ്റത് ഞാൻ തന്നെയാ വലിച്ചത്. ഇന്നോ ഞാൻ തന്നെയല്ല കേട്ടോ, എൻ്റെ ഇപ്പുറത്ത് എൻ്റെ കർത്താവും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ലഘുവാ. ഹല്ലേലൂയ. ഇത് ഈ പ്രമാണം ലഘുവായിട്ടൊന്നും അല്ല. ന്യായപ്രമാണത്തിൽ വ്യഭിചാരം ചെയ്താലേ വ്യഭിചാരി ആകൂ. കർത്തൃന്യായപ്രമാണത്തിലോ ദുഷിച്ച കണ്ണോടെ ഒരു സ്ത്രീയെ നോക്കിയാൽ അത് ഈസി ആയിട്ടല്ല. ഇന്ന് ഇത് പൂർത്തീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. എൻ്റെ ബലത്തിലല്ല, പരിശുദ്ധാത്മാവ് നയിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇഫ് വിതൗട്ട് ഹോളി സ്പിരിറ്റ്, അല്ലേ, അതുകൊണ്ട് നമുക്ക് പുകഴാൻ, നമ്മൾ പറഞ്ഞു നമുക്ക് പുകഴാനായിട്ട് ഒന്നുമില്ല എൻ്റെ പ്രിയരെ. മറ്റൊരു വ്യക്തി ഒരു തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കണ്ട. കാരണം അതിനേക്കാൾ തരിപ്പണമാകാൻ എനിക്ക് പറ്റും. ഞാൻ തരിപ്പണാകുന്നില്ലെങ്കിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതാ ഈ കർത്താവിൻ്റെ, ഈ പുതിയ ഭർത്താവിൻ്റെ ഗുണം അതാ. അവൻ നമ്മളെ വിട്ടുകളയത്തില്ല. അന്ത്യത്തോളം അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന്, ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ മോതിരം അണിയിച്ച് നമ്മളെ പുകഴുവാൻ, നമ്മളെ ചേർത്ത് നിർത്തുവാൻ ഇഷ്ടമുള്ളൊരപ്പനെടുക്കലാ ഈ ഭർത്താവ്. അങ്ങനത്തെ ഭർത്താവാട്ടോ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നമുക്ക് ഹല്ലേലൂയ 1-2 വാക്യങ്ങളോടൊന്ന് വേഗം വായിച്ചു. അതിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 3:1-3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ കൂടി വരെ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യൻസ് ഒരാൾക്ക് വായിക്കാം. 3-ാം അധ്യായം 1-3 വരെ. ഹൃദയമെന്ന മാംസപലകയിൽ മഷി കൊണ്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ. മഷി കൊണ്ട് എഴുതിയ പലകകളിൽ മേലല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഹൃദയമെന്ന പലകകളിൽ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാ: അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കുന്നു. ഈ പരിശുദ്ധാത്മാവ്, ഈ പുതിയ ഭർത്താവുണ്ടോ, എന്നെ പ്രാപ്തനാക്കുന്നവനാ. എന്നെ കൊണ്ട്, അതാ ഞാൻ പറഞ്ഞില്ല, ഹോളി സ്പിരിറ്റ് എംപവേഴ്സ്, ഹോളി സ്പിരിറ്റ് എനേബിൾസ്, ഹോളി സ്പിരിറ്റ് എൻലൈറ്റൻസ്. ഹല്ലേലൂയ. നമ്മളെ എനേബിൾ ചെയ്യും, നമ്മളെ പ്രാപ്തരാക്കും, നമ്മളെ കഴിവുള്ളവരാക്കുന്ന. ഹല്ലേലൂയ. അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ പറയുക, നമ്മളെ പ്രാപ്തനാക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, അങ്ങനെയാണെങ്കിൽ let us walk in this newness of life. നിങ്ങൾ ഇനി ഈ ഭാഗം
അക്ഷരത്തിൻ്റെ വഴക്കത്തിൽ ആത്മാവിൻ്റെ പുതുക്കത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഈ ഭാഗം ഒന്ന് വീട്ടിൽ പോയിട്ടൊന്ന് പ്രത്യേകം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം, നമ്മളെ എവിടുന്ന കർത്താവ് വിടുവിച്ചത്, എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരവസ്ഥയിൽ നിന്ന്. ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നിയൊരു ചിന്ത ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് നിർത്താം. നമ്മളിന്ന് കാണുന്ന പല ചർച്ചകളിലൊക്കെ ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ കാണാല്ലേ, തെറ്റ് ചെയ്തിട്ട് നമ്മൾ കുമ്പസരിച്ച് അല്ലെങ്കിൽ പാപം ഒരു പുരോഹിതനോടോ വൈദികനോടോ ഏറ്റു പറഞ്ഞിട്ട് വൈദികൻ പറയും 2 നന്മ പറഞ്ഞാർമേ 3 സ്വർഗസ്ഥനായ താൻ ചൊല്ലിയേക്കാൻ പറയും പാപത്തിൻ്റെ പരിഹാരം. എൻ്റെ പ്രിയരെ, സഹോദരൻ ശവക്കുഴി കാണാതെ വണ്ണം അവന് വീണ്ടുവില കൊടുപ്പാനായിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരം നമ്മളെ കൊണ്ട് പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കേട്ടോ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആത്മാവ് അവിടെ കിടക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ പാപപരിഹാരത്തിനായി കർത്താവ് തൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമൊഴുക്കി വീണ്ടെടുത്തുന്നതാണ്. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ആകത്തില്ല. എൻ്റെ പ്രിയരെ, നമ്മളെപ്പോഴും ഓർത്തണം, നമ്മുടെ ഒരു പ്രവൃത്തിയും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം കാൽവരിയിൽ കർത്താവിൻ്റെ ഒഴുക്കിയ രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾക്ക് ഏത് സമയത്തും ശുദ്ധീകരണത്തിനായിട്ട് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ഹല്ലേലൂയ. ഇത് കൃപയുള്ള, കനിവുള്ള, സ്നേഹം നിറഞ്ഞ മഹാദയാലുവായ ഒരു കർത്താവാ. ഹല്ലേലൂയ. അതിനാൽ സന്തോഷത്തോടെ ആയിരിക്കാം, ധൈര്യത്തോടെ ആയിരിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ ഈ മരുഭൂ യാത്ര തുടങ്ങാം. നമുക്കിത് പൂർത്തീകരിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാ ശക്തിയാൽ നിറയ്ക്കട്ടെ. ശക്തിയോടെ പോകാം, സന്തോഷത്തോടെ നമുക്കിന്ന് മടങ്ങിപ്പോകാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.